ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്റ്റഡി വെൽ വിത്ത് മീ. ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് റസ്കിൻ ബോണ്ട് എഴുതിയ ദ ഐസ് ആർ നോട്ട് ഹിയർ എന്ന ഷോർട്ട് സ്റ്റോറിയുടെ സമ്മറിയാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം എഴുത്തുകാരനെ പരിചയപ്പെടാം. റസ്കിൻ ബോണ്ട് ബ്രിട്ടീഷ് വംശജനായ ഇന്ത്യൻ നോവലിസ്റ്റും എഴുത്തുകാരനുമാണ് റസ്കിൻ ബോണ്ട്. 1934 മെയ് 19 ഹിമാചൽ പ്രദേശിൽ സോളൻ ജില്ലയിലെ കസൗലിയിൽ ജനനം. വളർന്നത് ജാംനഗർ, ഡെറാഡൂൺ, ന്യൂഡൽഹി, ഷിംല എന്നിവിടങ്ങളിലാണ്. യൗവനകാലത്ത് 4 വർഷത്തോളം ദ്വീപുകളിലും ലണ്ടനിലുമായി പല ജോലിയും നോക്കി. ആദ്യത്തെ നോവൽ ദ റൂം ഓൺ ദി റൂഫ് അദ്ദേഹം 17-ാം വയസ്സിൽ എഴുതി. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ബാലസാഹിത്യ രചയിതാക്കളിൽ ശ്രദ്ധേയനായ റസ്കിൻ ബോണ്ട് ഏകദേശം 500ഓളം കൃതികൾ രചിച്ചിട്ടുണ്ട്. 1992 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം അവർ ട്രീ സ്റ്റിൽ ഗ്രോ ഇൻ ഡേറ എന്ന ചെറുകഥാ സമാഹാരത്തിന് ലഭിച്ചു. ഭാരതീയ സംസ്കാരവും ഗ്രാമീണ ജീവിതത്തിന്റെ മൂല്യങ്ങളും അദ്ദേഹത്തിന്റെ കൃതികളിൽ നമുക്ക് കാണാൻ സാധിക്കും. ബാലസാഹിത്യത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് 1999 ഇന്ത്യ ഗവൺമെന്റ് അദ്ദേഹത്തെ പത്മശ്രീ നൽകി ആദരിച്ചു. 2012 ഡൽഹി സർക്കാരിന്റെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു. കഥയുടെ സമ്മറി നോക്കാം. സ്റ്റോറിയിലെ നറേറ്റർ ബ്ലൈൻഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ്. അയാൾ ട്രെയിനിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്ലൈൻഡ് ആയിട്ടുള്ള പേഴ്സൺ ആകുമ്പോൾ നമുക്കറിയാം അല്ലേ, അദ്ദേഹത്തിന് കാണാനൊന്നും കഴിയില്ല, മുഴുവനും ഇരുട്ടായിരിക്കും. ശബ്ദങ്ങളൊക്കെ കേട്ടുകൊണ്ടാണ് അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ അയാൾ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ട്രെയിന് ഒരു സ്റ്റേഷനിലെത്തി. ആ സ്റ്റേഷനിൽ നിർത്തിയപ്പോൾ ഒരു പെൺകുട്ടി ഇയാൾ ഇരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായി വന്നിരുന്നു. ആ കുട്ടിയുടെ പാരൻസ് അവൾക്ക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അവളുടെ സാധനങ്ങൾ എവിടെ വെക്കണം, ജനലിൻ്റെ അടുത്തേക്ക് ചാരി ഇരിക്കരുത്, അറിയാത്തവരോട് സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ. ഇവിടെ നിന്ന് ആ പെൺകുട്ടി ആദ്യമായിട്ടാണ് ട്രെയിനിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതെന്ന് പാരൻസിന്റെ ആൻസൈറ്റിയിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ പുറപ്പെടാനുള്ള സിഗ്നൽ കാണിച്ചപ്പോൾ പെൺകുട്ടി പാരൻസിനോട് യാത്ര പറഞ്ഞു. നെറേറ്ററിന് പെൺകുട്ടിയോട് സംസാരിക്കാൻ ആഗ്രഹം തോന്നി. എന്നാൽ താൻ ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാളാണെന്നറിഞ്ഞാൽ അവൾ തന്നോട് സംസാരിച്ചില്ലെങ്കിലോ? അതുകൊണ്ട് തന്നെ തൻ്റെ അന്ധതയെപ്പറ്റി ആ പെൺകുട്ടി അറിയരുത്. അതിനുവേണ്ടി അയാൾ ബ്ലൈൻഡ്നെസ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. ബ്ലൈൻഡ് ഇല്ലാത്ത ആളെ പോലെ പെരുമാറുന്നു. ആ പെൺകുട്ടി ചെരുപ്പാണ് ധരിച്ചിട്ടുള്ളതെന്ന് ശബ്ദത്തിൽ നിന്നും അയാൾക്ക് മനസ്സിലായി. അതായത് കാലിൻ്റെ നമ്മൾ ചെരുപ്പ് ധരിച്ചു കഴിയുമ്പം സൗണ്ട് വേറെ ആയിരിക്കുമല്ലോ. അതിലൂടെ അദ്ദേഹത്തിന് മനസ്സിലായി ആ പെൺകുട്ടി ചെരുപ്പാണ് ധരിച്ചിട്ടുള്ളതെന്ന്. അവളുടെ ശബ്ദവും അവളുടെ ചെരുപ്പിൻ്റെ ശബ്ദം പോലും അയാൾ ഇഷ്ടപ്പെട്ടു. പെൺകുട്ടിയുമായി യാത്ര ചെയ്യുന്ന മൊമെന്റ്സ് ഓർമ്മകൾ കൊണ്ട് നിറയ്ക്കാൻ നെറേറ്റർ ആഗ്രഹിച്ചു. നെറേറ്റർ പെൺകുട്ടിയോട് ചോദിച്ചു, ദേരയിലേക്കാണോ നീ പോകുന്നത്? ഒരു പുരുഷ ശബ്ദം കേട്ട അവൾ ഞെട്ടി. ഈ കമ്പാർട്ട്മെന്റിൽ താൻ ഒറ്റയ്ക്കാണോ എന്നവൾ ചിന്തിച്ചു. പെൺകുട്ടിക്ക് സഹരാൻപൂരിലേക്കാണ് പോകേണ്ടത്. അവിടെ അവളുടെ ആൻറ്റി അവളെ കൊണ്ടുപോകാൻ വരും എന്നവൾ പറഞ്ഞു. നെറേറ്റർ പറഞ്ഞു, എനിക്ക് ദേരയിലേക്കും അവിടെ നിന്ന് മസൂറിയിലേക്കുമാണ് പോകേണ്ടത്. പ്രകൃതി സൗന്ദര്യമുള്ള സ്ഥലമായതിനാൽ അവിടേക്ക് പോകുന്ന നെറേറ്റർ ഭാഗ്യവാനാണെന്ന് അവൾ പറഞ്ഞു. പെൺകുട്ടിയുമായി സംസാരിക്കാൻ ലഭിച്ച അവസരമായതുകൊണ്ട് തന്നെ അയാൾ ഡിസംബർ മാസത്തിലുള്ള ഡെറാഡൂണിന്റെയും മസൂറിയുടെയും സൗന്ദര്യം വിവരിക്കാൻ തുടങ്ങി. പെൺകുട്ടി ഉള്ളതുകൊണ്ട് തന്നെ അയാൾ തന്റെ ബ്ലൈൻഡ്നെസ് മറക്കാൻ നെറേറ്റർ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പെൺകുട്ടി ജനലിനപ്പുറത്തുള്ള പ്രകൃതിയെപ്പറ്റി വർണ്ണിച്ചു. നെറേറ്ററും അവളുടെ കൂടെ പ്രകൃതി സൗന്ദര്യം വർണ്ണിച്ചു. ദൂരെയുള്ള മരങ്ങൾ ട്രെയിനിനൊപ്പം സഞ്ചരിക്കുന്നതായി തോന്നുന്നു എന്നൊക്കെ നെറേറ്റർ പറയുന്നുണ്ട്. അതിനിടയിൽ സമയം എത്രയായി എന്ന് പെൺകുട്ടി ചോദിച്ചു. ഇപ്പൊ തന്നെ നിനക്ക് ഇറങ്ങേണ്ട സ്റ്റേഷൻ എത്തുമെന്ന് അയാൾ മറുപടി പറഞ്ഞു. കൃത്യമായ സമയം പറഞ്ഞുകൊടുത്തില്ല. പെൺകുട്ടി പറഞ്ഞു, എനിക്ക് കുറേ നേരം ട്രെയിനിൽ ഇരിക്കാൻ ഇഷ്ടമല്ല. എനിക്ക് കുറച്ചു നേരം ഇരുന്നാൽ മതി. അപ്പോഴേക്കും ഇറങ്ങേണ്ട സ്ഥലം എത്തുമല്ലോ. പക്ഷേ പെൺകുട്ടിയുടെ കൂടെ എത്ര നേരം വേണമെങ്കിലും ട്രാവൽ ചെയ്യാൻ താൻ തയ്യാറാണെന്ന് നെറേറ്റർ സ്വയം പറഞ്ഞു. നെറേറ്റർ പെൺകുട്ടിയോട് പറഞ്ഞു, നിങ്ങൾക്ക് മനോഹരമായ മുഖമുണ്ട്. ഇത് പലരിൽ നിന്നും കേട്ടുമടുത്തതാണെന്ന് അവൾ ചിരിച്ചുകൊണ്ട് ഉത്തരം നൽകി. ഇരുവരുടെയും കണ്ടുമുട്ടലുകൾ ചിലപ്പോൾ ഈ പെൺകുട്ടി മറന്നേക്കാം. എന്നാലും താൻ വളരെക്കാലം അത് ഓർത്തു വെക്കുമെന്ന് അദ്ദേഹം സ്വയം മനസ്സിൽ പറഞ്ഞു.
അങ്ങനെ പെൺകുട്ടിയുടെ സ്റ്റേഷൻ എത്തിയപ്പോൾ അവൾ സാധനങ്ങളെല്ലാം എടുത്ത് ഇറങ്ങി. ആ കമ്പാർട്ട്മെന്റിലേക്ക് പുതിയൊരാൾ വന്നിരുന്നു. അയാളോട് ഈ പെൺകുട്ടിയെപ്പറ്റി നറേറ്റർ ചോദിച്ചു. നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കണ്ട പെൺകുട്ടിയുടെ മുടിയുടെ നീളം കൂടിയതാണോ അതോ ചെറുതാണോ? അദ്ദേഹം ഉത്തരം പറഞ്ഞു. അത് ഓർമ്മയില്ല, പക്ഷേ അവൾക്ക് മനോഹരമായ കണ്ണുകളുണ്ട്. ആ കണ്ണുകൾ കൊണ്ട് അവൾക്ക് പ്രയോജനമില്ല, കാരണം അവൾ ബ്ലൈൻഡ് ആണ്. ഇതോടെയാണ് കഥ അവസാനിക്കുന്നത്.